കപ്പയും മീനൊക്കെ ഉണ്ടാക്കാം അല്ലേ? എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അറിയാവുന്നവരൊക്കെ വേഗം ഒന്ന് കമന്റ് ചെയ്തോ, നന്നായിരിക്കും. മനുഷ്യന്മാരുടെ കുരു പൊട്ടിക്കാൻ നോക്കിയിട്ട് വരെ പൊട്ടുന്നുണ്ട്. ഈ കടുക് കൂട്ടാതെ എന്താ? ഇത് ശരിയല്ല. അനുസരണ ഇല്ലാത്ത കടുകാന്ന് തോന്നിട്ടോ. അടിപൊളിയല്ലേ? അപ്പൊ എനിക്ക് പുതിയൊരു റെസിപ്പിയും കൂടി കിട്ടി. ഞാൻ ഇങ്ങനെ മീൻകറി വെക്കാറില്ല, ഞാൻ എന്തായാലും വെച്ച് നോക്കുന്നതായിരിക്കും. താങ്ക് യു. അപ്പം കാമയ്ക്ക് താങ്ക് യു പറയൂ. താങ്ക് യു. ഹായ്. അപ്പൊ ഇന്ന് പാത്തൂസ് കിച്ചണിലാണ്, പക്ഷേ പാത്തൂസ് കിച്ചണിലല്ല, പാത്തുവിൻ്റെ വീട്ടിലെ കിച്ചണിലല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കപ്പയും മീനൊക്കെ ഉണ്ടാക്കാം അല്ലേ? എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അറിയാവുന്നവരൊക്കെ വേഗം ഒന്ന് കമന്റ് ചെയ്തോ, നന്നായിരിക്കും. അപ്പൊ നമുക്ക് പണി കൊടുക്കാമല്ലേ? ഞാനല്ല, ചേച്ചി എന്നെ കറി വെക്കണേ. എന്റെ കറിയൊക്കെ ഇവരെന്നും കണ്ടിട്ടുള്ളോ? ഞാൻ പുള്ളി ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ വേറെ രീതിയിലുള്ള മീൻകറി എങ്ങനെയൊന്ന് കണ്ടുപിടിക്കും. ഞാൻ കപ്പ പുഴുങ്ങിയാണ്. കപ്പ ചെറുതായിട്ട് മുറിച്ചിട്ട് കപ്പ പുഴുങ്ങി മീൻകറിയുമായിട്ടാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ്. ആരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഒന്നും അല്ല കേട്ടോ. അത് ശരിയാണ് കേട്ടോ. പാത്ത് പറഞ്ഞാൽ ശരി. അതെ, ഞങ്ങൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, കുടിക്കരുത്. ഇവിടെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മളപ്പം എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. കടുകുണ്ടോ പാത്തു? കടുകുണ്ട്. കടുക് ശകലം എടുക്കുക, ചറവറ ഇടുക, ടപ്പടേന്ന് പൊട്ടിക്കുക. എന്നിട്ട് തന്നെ ശകലം ഇട്ടോളൂ. കുറച്ച് മതിയില്ലേ? മതി. ഇനി അത് ടപ്പേന്ന് പൊട്ടണം. അതിന് ശേഷമേ നമ്മൾ ഇടാവുള്ളൂ. എനിക്കാണെങ്കിൽ കടുക് പൊട്ടിയില്ല, എന്തോ ഒരു ഭയങ്കര അരോചകം പോലെ കടുക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നത്. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ചില സാധനങ്ങൾ പൊട്ടേണ്ടതാ. അതാണ് കണ്ട അല്ല, ഇത് പൊട്ടും. ഇത് ഇടുമ്പോ നമ്മൾ ഓടിക്കണം. എന്താ കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുടംപുളി, ഇതങ്ങോട്ട് ഇടുക, ഞങ്ങൾ ഓടുക. കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ഞങ്ങൾ വന്ന് ഇളക്കത്തുള്ളൂ. അതെന്താന്നായിരിക്കും ഇപ്പോൾ ചോദിക്കും. ചില ആൾക്കാർ പറയും, പിന്നെ ഇവളുമാർക്ക് ഇത് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കും. ഇതെന്താണ് പാത്തു ഇങ്ങനെ? ഒരു കടുക് പൊട്ടണില്ലല്ലോ. മനുഷ്യന്മാരുടെ കുരു പൊട്ടിക്കാൻ നോക്കിയിട്ട് വരെ പൊട്ടുന്നുണ്ട്. ഈ കടുക് കൂട്ടാതെ എന്താ? ഇത് ശരിയല്ല. അനുസരണ ഇല്ലാത്ത കടുകാന്ന് തോന്നുന്നത്. ഇല്ല, പൊട്ടും. ചട്ടി ചൂടാകുന്നേ ഉള്ളൂ. എന്തായാലും നോക്കട്ടെ കടുക് പൊട്ടുന്നുണ്ടോ. ഒരു വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്. പൊട്ടുന്നുണ്ട്. ഈ കുഞ്ഞു പൊട്ടുന്നുണ്ട്. അറിയൊന്നും ഇല്ലാത്തോണ്ടാട്ടോ. ഇത് ഇടാൻ പോവാണ് കേട്ടോ. അതറിഞ്ഞില്ല, ഇനിയാണ് പൊട്ടുന്നതെന്ന്. കുറച്ച് മതിയില്ലേ? ചെറിയ ചൂടിലാണോ വലിയ ചൂടിട്ടോ? നല്ലോരൊന്നും ഡ്രൈ ആവട്ടെ. ചേച്ചിയുടെ മീൻകറിയാണേ, പാത്തുവിന്റെ മീൻകറി അല്ല. അതെ. അപ്പൊ ഇതെങ്ങനെ നോക്കട്ടെ. ഇത് നമ്മൾ നല്ലതുപോലെ ഇനി എന്താ സംഭവം അറിയോ? അത് പറഞ്ഞില്ലല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തു, മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത്, കുടംപുളിയും കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ടേക്കുന്നത്. അല്ല പാത്തു, ഇപ്പൊ ആൾക്കാർ പറയും ഞങ്ങൾക്ക് മിക്സി ഇല്ലെങ്കിലോ എന്ന്. ഇല്ലല്ലോ, എന്തെങ്കിലും ചിരട്ടയുടെ പുറവോ എന്തായാലും നമുക്ക് ചതയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ കൊള്ളാട്ടോ. ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് വേറൊരു നല്ല ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. നല്ല മണോ, എല്ലാം കൂടെ അതിന്റെ ഫ്ലേവർ ഇറങ്ങി നല്ല കോമ്പിനേഷൻ. മീൻകറിക്ക് പൊതുവെ എങ്ങനെയാണെന്നറിയോ? ഇഞ്ചി, വെളുത്തുള്ളി, ചില ആൾക്കാർ പച്ചമുളക് ഇടും, ചില ആൾക്കാർ ചെറിയ ഉള്ളി, സവാള ഇടും. പക്ഷെ അതിനേക്കാളും നല്ലത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടു, ഇടാതെ വെക്കുന്ന ഒരു കറിയാണിത്. പക്ഷെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇല്ല പാത്തു, ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഞാൻ ഇടുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഇനിയിപ്പൊ നമ്മള് പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പൊടിക്കൈകളൊക്കെ ചിലപ്പോൾ ചേച്ചി പറഞ്ഞില്ല, നമ്മള് വീഡിയോ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടി വരും. എന്നിട്ട് തക്കാളി 2 ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്.
മിക്സിയിൽ അടിച്ച് വെച്ച തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിക്കാണ്ട്. സ്പൂണില്ല, അതുകൊണ്ട് അതെ. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും ചെറിയ കുറവുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉലുവപ്പൊടി ഇല്ല. ഉലുവപ്പൊടി മസ്റ്റാണ് മീൻകറിക്ക്. അത് തീർന്ന് അടയ്ക്കുമോ? അപ്പം നിങ്ങൾ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി എരിവ് കൂടുതലാണ്. രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാവേ. രണ്ടും കൂടെ മിക്സ് ചെയ്യാം. എരി വേണ്ട ആൾക്കാർക്ക് അതെ. ഞങ്ങൾ കപ്പയുള്ളത് കാരണം ഞങ്ങൾ ശകല എരിവിലാണ്. മതി എന്നിട്ട് മറ്റേ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചേക്ക് നീ എടുത്തു. പൊടി കരിഞ്ഞു പോകരുത്, എപ്പോഴും തീ കുറച്ചിട്ട് വേണം നമ്മൾ ഇതാക്കാൻ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെ പറയണ ചേച്ചിമാരുണ്ടാക്കിയ കാര്യം ഞങ്ങൾ വെച്ചിട്ട് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതിങ്ങെടുത്തു പേസ്റ്റ് ചെയ്ത് ഇത് 2 തക്കാളി ഒഴിച്ചോ. ഇത് ഒഴിക്കുക. എന്നിട്ട് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഇങ്ങനെ വഴറ്റണം. ഓക്കെ, എണ്ണ തെളിയുന്നിടം വരെ ഇങ്ങനെ വഴറ്റി ഇതിനകത്തിലോട്ട് നമുക്ക് മീനിനും ഈ മസാലയ്ക്കും കൂടെ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം അതിന് അളവൊന്നുമില്ല, നമ്മുടെ കൈയളവാണ് പരുവെന്ന് പറയുന്നത്. ഓക്കെ, എനിക്കല്ലാണ്ട് ഇങ്ങനെ ഇപ്പൊ തന്നെ നല്ല മണമല്ലേ ഭാഗത്ത് വരുന്നേ. ക്യാമറാമാൻ വരെ തുമ്മി ഇടപാട് തീർന്നു. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണേടാ. അതാണ് പറഞ്ഞത്. ഒഴിച്ചോ വെള്ളം ഒഴിച്ചു. കറക്റ്റ് കണ്ട. ഒന്ന് മീൻകറിയൊക്കെ വെച്ചാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തുമ്മണം, അല്ലെ പിന്നെ എന്താണ്? ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ, ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടും സ്മെല്ല് കേട്ടിട്ടും എന്താ പറയാ, വീഡിയോ എടുക്കുന്ന ആള് വരെ അവിടെ വായിൽ കപ്പലൊടിക്കും. തള്ളലൊന്നും അല്ല, കറക്റ്റാണ്. എൻ്റെ ഈ ഞാൻ വരെ തുമ്മി ഗൈസ്, ഞാൻ വരെ തുമ്മി കൂട്ടി. പിന്നെ നമ്മുടെ കപ്പ ഇനിയും ക്ലീൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. അതിനിപ്പോൾ തിളയ്ക്കണം. അതൊന്ന് അടച്ചു വെച്ചോ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഉപ്പിട്ടു. അയ്യോ, ഉപ്പിട്ടു ഗൈസ്. നിങ്ങളെല്ലാവരും കണ്ടു, പാത്ത് കണ്ടില്ല. അതെൻ്റെ കുഴപ്പമല്ല. നമ്മൾ കുക്കറിലല്ലേ കപ്പ വെക്കുന്നത്. ഇനി അതുപോലെ തന്നെ കപ്പയ്ക്ക് നല്ല മുളക് ചമ്മന്തി അരയ്ക്കണം. ഉള്ളിമുളക്. നമ്മൾ അയിലയാണ് വെക്കുന്നത്. 2 അയിലാണ് വാങ്ങിച്ചത്. നമ്മൾ അധികം പേരില്ല, അത് കാരണം വളരെ കുറച്ച് പേരുള്ളൂ. പ്രത്യേകിച്ച് കാമ വെജിറ്റേറിയൻ ആട്ടോ, അതുകൊണ്ടാണ്. മീൻ കഴിക്കൂല. ഞാൻ മീൻ കഴിക്കൂല, എല്ലാം വെക്കും, പക്ഷെ പ്യുവർ വെജാണേ. പുറത്ത് കരോളിന്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുത്തേ. നല്ല സൂപ്പറായിട്ട്. ഇനി ഈ കറി കൂട്ടാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയോ? അപ്പൊ ഒരു കപ്പ് പുഴുങ്ങാൻ റെഡി ആക്കാം. ഇത് വെള്ളം കുറ്റാനുള്ളതാണ് ഇത്രയും വെള്ളം കഴിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ മണ്ടയ്ക്ക് കൂടെ ഒഴിക്കും. മിക്സിയുടെ ജാർ വേർ അതിന്റെ അടിയിലുണ്ടോ? ആ 2 കരിവേപ്പില ഇട്ടോ. എണ്ണ ഒഴിച്ചോ? അപ്പോൾ അത് മതി. കരിവേപ്പില ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് മതി.
പിന്നെ ഈ ഉണ്ടമുളക് വേണോ മറ്റേ ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യലാണ് ഇത്ര വലിയൊരു ഉണ്ടമുളക്. ഇതിടണോ അതോ ഇതിടണോ? നല്ല എരിവുണ്ടോ? അപ്പം നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യലാണ് കേട്ടോ ഇത്രയും വലിയ ഉണ്ടമുളക്. തൃശ്ശൂരാ? ഇവിടെ തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യലാണ് ഈ മുളക്. തൃശ്ശൂരും ഇതുണ്ട്, തൊണ്ടമുളക് എന്നെന്താ പറയുന്ന പേര്, തൊണ്ടമുളക്. ഈ തൊണ്ടേനെ ഞാൻ കണ്ടിച്ച് ഇതിനകത്തിലാക്കാൻ പോവുക. അതാണ് ഇന്നത്തെ നല്ല എരിവുള്ളതാട്ടോ. തൃശ്ശൂർ ഇതിനെ എന്താ കടിച്ചാൽ പൊട്ടിക്കണം അങ്ങനെ എന്തൊക്കെ പറയും. എന്തായാലും സംഭവം അടിപൊളി മുളകാണ്. അപ്പൊ ഇതിനകത്ത് അയ്യോ അല്ല ഇതിൽ നിന്ന് വെള്ളം വേണോ? അല്ലല്ലോ. അപ്പോൾ ഈ ചമ്മന്തിയുടെ കൂടെ നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇടണം. ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പുളിയുണ്ടോ? തൈര് ഒഴിക്കാം. ഓക്കെ. നല്ല അടിപൊളി എരിവുള്ള മുളക് ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും ഉണ്ടാ. അയ്യോ തെറ്റ് പറ്റി. ഒരിക്കലും ആരും കഴുകാണ്ട് ഒരു സാധനം യൂസ് ചെയ്യരുത്. കഴുകി ഇട്ടു കാമ. അപ്പോൾ ഇത് ഇനി ഒന്ന് ചറപറ നടിക്കണം മിക്സിയിൽ. അയ്യോ നമ്മളിത് അരക്കുന്ന എടുത്തില്ലല്ലോ. അത് ശരിയാണ്. എടുക്കാം. അല്ല എന്താണെന്നറിയോ, ഇനിയിപ്പോൾ ഇതിനകത്തുള്ള ചേരുവ മുമ്പേ കണ്ടല്ലോ ഞാൻ. ഉള്ളി, മറ്റേ എന്തോ തൊണ്ടമുളക്, ഒരു വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് അതിട്ടൊന്ന് ചതച്ചിട്ട് പിന്നീട് തൈര് ഒഴിച്ചിട്ട് എടുത്തു. എങ്ങനെയുണ്ട്? ഉപ്പ് നോക്കേ. എരിവുണ്ടോടാ? നല്ല എരിവുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് വേണം. ഓക്കെ. അപ്പോൾ സെറ്റ് എല്ലാം ഇപ്പം സെറ്റ്. വാ അപ്പൊ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേണ്ട. ഇങ്ങനെ ഞങ്ങൾ പുഴുങ്ങിയതാണേ, വേറെ നല്ല വേകുന്ന കപ്പയാന്ന് ചേച്ചി അന്നേരം പറഞ്ഞു. നല്ല പുട്ടുപോലെ വെന്തു. ചമ്മന്തി ഒഴിച്ച് ഒഴിക്കും. എന്നിട്ടൊരു ചൂടാണ്. ചൂടോടെ ആരും വായിലിടരുത്. മനസ്സിലായി? ചൂടോടെ ആരും വായിലിടല്. എന്റെ പൊന്നോ ചൂടാ. അത് ഞാൻ ചമ്മന്തി നല്ല കളർഫുൾ റെഡ് ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. കാമചേച്ചിയുടെ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഉലുവപ്പൊടി ചേർക്കണേ. ഇതാണ്ട് ഇങ്ങനെ കുഴച്ച് തരണം. ചൂടാണ് ഞാൻ പറഞ്ഞു അപ്പോഴേ. നല്ല അസാധ്യ എരിവുണ്ട് പാത്തു. ഇച്ചിരി മീൻകറി ഞാൻ മീൻ കൂട്ടത്തില്ല. അതുകൊണ്ടാണ് പാത്തു എനിക്ക് ചമ്മന്തി കറി മാത്രം ഒഴിച്ചു തന്നെ. ചമ്മന്തി അടിപൊളിയല്ലേ? മീൻചാറ് ഒഴിക്കി. ചൂടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻചാറ് ഒഴിച്ച് കാണിക്കൂ. ഒരു കഷ്ണം മീനും സാറും ഒരു കഷ്ണം കപ്പത്തതും ഇതിങ്ങനെ എടുക്കാം. നല്ല ചൂടാണ്. അപ്പൊ ഇങ്ങനെ ഊതണം. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മുക്കുക. ചാറിൽ മുക്കി നക്കിയാൽ മതി എന്നൊക്കെ പറയില്ലേ? അതെ. ആ ചാറ് എടുത്ത് നക്കി നോക്കി. അടിപൊളിയല്ലേ? അപ്പൊ എനിക്ക് പുതിയൊരു റെസിപ്പിയും കൂടി കിട്ടി. ഞാൻ ഇങ്ങനെ മീൻകറി വെക്കാറില്ല. ഞാൻ എന്തായാലും വെച്ച് നോക്കുന്നതായിരിക്കും. താങ്ക് യു. അപ്പം കാമയ്ക്ക് താങ്ക് യു പറയൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന എന്ത് ചെയ്യണം? എന്റെ ചാനലല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കൺ അത് അവിടെ പ്രസ് ചെയ്തിട്ടേക്കൂ. അപ്പൊ ഇനിയും പുതിയ വീഡിയോസിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കാണാം. ബൈ ബൈ.